ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അംബികേച്ചി ഇങ്ങനെ മുറ്റം തൂത്തുവാരി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അച്ചേട്ടൻ അവിടെ മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അംബികേച്ചി കാണും. അങ്ങനെ അംബികേച്ചി അച്ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അച്ചേട്ടാ എന്താ? ഒന്നുമില്ല. ഇന്നലെ ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു മാറ്റം. ഇന്നലെ രാത്രി പറഞ്ഞു നമുക്ക് ആ വീട്ടിലോട്ട് പോവാന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അച്ചേട്ടാ. ഇങ്ങനെ മനസ്സിലിട്ട് തട്ടിക്കളിക്കുന്നത് എന്തിനാ? അച്ചേട്ടാ, അതെ എനിക്കറിയാം. 22 കൊല്ലം മുമ്പ് തുടങ്ങിയ ആദ്യമാണിത്. മോളെ ആരെങ്കിലും നാളെ വന്ന് ചോദിക്കുമോ എന്നുള്ളത്. നാളെ ഒരുത്തൻ്റെ കയ്യിൽ കെട്ടിച്ചു വിടേണ്ട പെണ്ണാ. ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക? അപ്പം അച്ചേട്ടൻ പറയും, കെട്ടിച്ചയക്കുന്നത് സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോഴും അവൾ നമ്മുടെ മോളന്നെ ആവുമല്ലോ. അംബിക, നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും വന്ന് മോളെ ചോദിക്കുന്നത്? അച്ചേട്ടാ, ഇങ്ങനെ തല പിളർക്കുന്ന വർത്താനൊന്നും പറയല്ലേ. എനിക്കതൊന്നും ചിന്തിക്കാനേ വയ്യ. എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അംബികേച്ചി കരഞ്ഞുകൊണ്ട് പോകുന്നതും കണ്ടിട്ടായിരിക്കും ഭൂമി ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഭൂമി ചോദിക്കും, എന്തോ ഓർമ്മിപ്പിക്കണ്ടെന്ന് അച്ഛൻ പറയുന്നത്? ഞാനും കൂടി അറിയട്ടെ ആ രഹസ്യം എന്ന് ഭൂമി ചോദിക്കുമ്പോൾ അച്ചേട്ടൻ ചോദിക്കും, എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ലേ? ഇല്ലെങ്കിൽ വേണ്ടെന്നേ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഭൂമി പറയും, ഈ ഇടയ്ക്ക് എനിക്കൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്തു പറ്റി? ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങൾ കടന്നു വരിക. എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് കടന്നു വരുന്നത്. ഇടയ്ക്കും തലയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്നൊന്ന് പറഞ്ഞ പോലെ വരികയാണ്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ ആ സത്യൻ സാറിൻ്റെ മോളെയും അമ്മയുമാണ്. ആ അമ്മ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടുന്നു. കുഞ്ഞിനെ വിളിക്കുന്നത് ആമി. ഭൂമി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അച്ചേട്ടൻ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. സത്യൻ സാറിൻ്റെ കാര്യം കഷ്ട. ഓർമ്മകളിൽ മുഴുവനും ആ ഭാര്യയും മകളുമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭൂമി അച്ചേട്ടൻ്റെ അടുത്ത് പറയും, അച്ഛ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ അച്ചേട്ടൻ പറയും, ആ മോൾ ആ മാല ഒന്ന് ഊരിക്കേ. എന്തിനാ ഇപ്പം ഞാൻ മാലയൊക്കെ ഊരുന്നത്? അതെ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൾക്ക് ഇതുപോലൊരു മാല പണിയാൻ വേണ്ടിയിട്ടാണ്. ഈ മോഡൽ ചോദിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഭൂമിയുടെ അടുത്ത് നിന്ന് ആ മാല വാങ്ങിക്കുകയാണ്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് പോയതിന് ശേഷം അച്ചേട്ടൻ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, ഈ മാല എൻ്റെ മോളുടെ കഴുത്തിൽ കിടന്നാൽ അവർ എന്തായാലും എൻ്റെ മോളെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മാല ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ട്. അങ്ങനെ ആ ഓഫീസിൽ അവിടെയുള്ള ആളെ ചെന്ന് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ഭൂമിയുടെ അച്ഛൻ്റെ രോഗത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഭൂമി പറയും, 13 ലക്ഷം ആവും സാർ ചികിത്സയ്ക്ക്. അതാ ഞാൻ സാറിനെ സമീപിച്ചത്. മനസ്സിലായി. ഞങ്ങളൊരു എൻക്വയറി നടത്തി. അതിൽ പറയുന്നത് ഭൂമി താഴ്വാരം പോലീസ് സ്റ്റേഷന് സമീപം ഒരു കോഫി ഹൗസ് നടത്തുന്നുണ്ടെന്നാ. അത്യാവശ്യം വരുമാനം ഉള്ള ഒരു കോഫി ഹൗസ് ആണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സാമ്പത്തിക ശേഷിയുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ കോഫി ഹൗസിൽ തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ അധികം വരുമാനമൊന്നുമില്ല സർ. മാത്രമല്ല ഒരു വലിയ സംഖ്യ ലോൺ എടുത്തിട്ടുമുണ്ട് എന്നൊക്കെ ഭൂമി പറയുമ്പം സാറ് പറയും, ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സോ ഞങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞ് ഭൂമിക്ക് അത് കൊടുക്കുകയാണ്. ഭൂമിയാണെങ്കിലോ അപ്പോൾ ഒരുപാട് സങ്കടത്തിൽ അവിടെ നിന്ന് പോരുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ മുത്തശ്ശി നല്ല ദേഷ്യത്തിലാണ്. ആ സമയത്ത് സംഗീത വന്നിട്ട് പറയും, അമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അമ്മ വന്ന് ഭക്ഷണം കഴിക്കേ. കൂടെ മാധവനും വരും. മാധവനും പറയും, അമ്മ വന്ന് ഭക്ഷണം കഴിക്കേ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ അമ്മ ആഞ്ജനയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. അവള് ഡൽഹിയിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ, വല്ല ചീത്ത കൂട്ടുകെട്ടിലും വീണിട്ടുണ്ടാവാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, ആണോ? ദേ സംഗീതേ, അവനൊരു 5000 രൂപ എടുത്തു കൊടുത്തേ. വേണ്ടമ്മേ, എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, അതിനല്ല, വല്ല ബാറിലും പോയിട്ട് കുറച്ച് മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് നീ ഇവിടെ ഇഷ്ടം പോലെ കുടിക്ക്. നീ മദ്യപിക്കുന്നവരെ പ്രോത്സാഹിക്കുന്ന ആളാണ്. സംഗീത പറയും, അമ്മേ, ഇത് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ട് അമ്മ വന്ന് ഭക്ഷണം കഴിക്കുക. എന്ത് പരിഹാരം എന്നാ നീ പറയുന്നത്? അഞ്ജനയുടെ ക്യാരക്ടർ ഇതാണെങ്കിൽ അജയുടെ തോളത്ത് കയറ്റാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഭവാനിയെ അഞ്ജനയെയും വിളിച്ച് നമുക്ക് സംസാരിക്കാം. അമ്മ ഒരു വാണിംഗ് കൊടുക്ക്. അല്ല മാധവേട്ട എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് നിശ്ചയം നീട്ടി വെക്കാമെന്ന് മാധവനും പറയും. അപ്പം മുത്തശ്ശി പറയും, ശരി, ഭവാനിയെ അഞ്ജനയും വിളിക്കുക എന്ന് പറയുമ്പം സെർവൻറ്റ് വന്നിട്ട് പറയും, മുത്തശ്ശി, ഭവാനിയെ മാഡത്തിനെയും അഞ്ജനയും ഇവിടെ കാണാനില്ല. എങ്ങോട്ട് പോയി? സംഗീത നിൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞോ? ഇല്ലമ്മേ, ഞാൻ അറിഞ്ഞിട്ടില്ല.
ആ സമയത്താണ് അജയ് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അജയുടെ അടുത്ത് ചോദിക്കും, മോനെ നീ അഞ്ജനയും കണ്ടോ? ഇല്ല മുത്തശ്ശി, ഞാൻ കണ്ടിട്ടില്ല. ഇനി അവരെവിടെ പോയി എന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ക്ഷേത്രത്തിലെ പൂജാരി മാധവനെ വിളിക്കുന്നത്. എന്നിട്ട് പൂജാരി പറയും, ഞാൻ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ്, മുത്തശ്ശി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ കൊച്ചുമകളുടെ വിശേഷം പറയാനാ. അഞ്ജനയുടെ എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയും, അതെ, ഇവിടെ വന്നിട്ട് ഉരുൾച്ച 25 തവണ. ഇനിയിപ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. കുട്ടി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, വേഗം ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കാണുമ്പോൾ അയാൾ ചോദിക്കുക, എന്താ മുഖ്യമന്ത്രിയുടെ നിർധന ചികിത്സാ പദ്ധതിയിൽ നിന്ന് ക്യാഷ് കിട്ടാൻ അപേക്ഷിച്ചിരുന്നു. അപ്പം അയാൾ പറയും, അതും മുറ പോലെ കിട്ടും, ഒന്ന് അന്വേഷിക്കട്ടെ, അല്ല സെക്രട്ടറി ഒന്ന് ഇടപെട്ടാൽ വേഗത കൂടുമായിരുന്നു. അന്നേരം അയാൾ ചോദിക്കും, താൻ ഏത് പാർട്ടിയാ, താൻ ആർക്കാ വോട്ട് ചെയ്യാറ്? അതൊക്കെ സീക്രട്ട് അല്ലേ സാർ, വോട്ട് ചെയ്യുന്നതൊക്കെ. എങ്കിൽ തനിക്ക് ഫണ്ടും ഇല്ല, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് തന്നെ ഇവിടെ ഫണ്ട് കൊടുക്കാൻ തികയുന്നില്ല എന്നൊക്കെ പറയുമ്പം ഭൂമി അയാളുടെ അടുത്ത് തട്ടിക്കയറുകയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട്. അങ്ങനെ അയാളോട് ദേഷ്യപ്പെട്ട് ഭൂമി അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ മുത്തശ്ശിയും എല്ലാവരും കൂടെ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയാണ്. ഭവാനിയാണെങ്കിൽ അവർ വരുന്നത് നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വരുമ്പോൾ ഭവാനി കരയുന്നതായിട്ടൊക്കെ അഭിനയിച്ചിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് മുത്തശ്ശി ഭവാനിയുടെ അടുത്ത് ചോദിക്കും, എന്താ എന്താ ഭവാനി എന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ മോളെ എനിക്ക് നഷ്ടമായി അമ്മേ, അവൾ മരിക്കാൻ തീരുമാനിച്ച മട്ട എന്ന് പറയും. അയ്യോ എന്ന് മുത്തശ്ശി പറയാണ്. ഇന്നലെ നടന്നതൊക്കെ ഓർത്ത് അവൾ അവിവേകം ചെയ്യാൻ പോവുക. മുത്തശ്ശി അവളുടെ ദൈവമാണ്, മുത്തശ്ശി എന്നോട് പിണങ്ങി, ഇനി മുത്തശ്ശിയോട് പശ്ചാത്തപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവൾ ഈ പണിക്ക് നിന്നത്. മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിച്ചില്ല, അവളുടെ സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കുകയാണ് ഭവാനി. അങ്ങനെ എല്ലാവരും അഞ്ജനയുടെ അടുത്തേക്ക് ഓടി വരുമ്പം കാണുന്നത് അവൾ കയ്യിൽ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അത് കണ്ടിട്ട് മുത്തശ്ശി വേഗം തട്ടി മാറ്റിയിട്ട് ചോദിക്കും, മോൾ എന്താ അവിവേകം ഈ കാണിക്കുന്നത്? ഞാൻ മരിച്ചു പോകട്ടെ മുത്തശ്ശി, ഇനി എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, ഇന്നലെ എന്താ സംഭവിച്ചത്? ആ സമയത്ത് അഞ്ജന നന്നായിട്ട് മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അവൾ പറയും, ഇന്നലെ പൂജ നടക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ അവർ റൂമിൽ വെച്ചിട്ട് അവർ മദ്യപിച്ചിരുന്നു. എൻ്റെ അടുത്ത് കൊക്കക്കോളയാണെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് കഴിക്കാൻ തന്നത്. എനിക്കത് കുടിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല മുത്തശ്ശി, നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഭവാനി പറയും, അവൾക്ക് ഈ കല്യാണം മുടങ്ങിയതിൽ നല്ല വിഷമമുണ്ട്. അജയ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അപ്പോൾ അഞ്ജനയും പറയും, അജയ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഭവാനി ചോദിക്കുകയാണ്, അതിന് അജയ് അവളുടെ സ്വന്തം തന്നെയല്ലേ അമ്മേ, എന്നും അജയ് അവൾക്ക് സ്വന്തമായിരിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ശരിയാണ്, ഇനി മുതൽ അജയ് ഇവൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അജയുടെ കൈ അഞ്ജനയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അവൻ്റെ മനസ്സിലേക്കാണെങ്കിലും ആ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ മുത്തശ്ശി പറയും, അഞ്ജന നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, അവളെ ഒരു ഡോക്ടറെ കാണിക്കണം. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ പിന്നെ കാണിക്കുന്നത് ഭവാനിയും അഞ്ജനയും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പൂജാരിക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് അവർ ഇക്കാര്യം പൂജാരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ പൂജാരിയോട് പറയും, ഇനിയും നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വരും, ഇനിയും ഇതുപോലെ ഞങ്ങൾ വിളിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അഞ്ജന പറയും, അപ്പം നമുക്ക് വിട്ടാലോ, ഒരു ബെസ്റ്റ് ഹോട്ടലിലേക്ക് അമ്മ ട്രീറ്റ് നടത്തണം, പിന്നെ അല്ലാതെ എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റൽ വരാന്തയിൽ ഡോക്ടറെയും കാത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.